ടോമോയിലെ പാഠങ്ങൾ. തീവണ്ടി പള്ളിക്കൂടത്തിലെ പഠനം എന്നത് തന്നെ വിചിത്രമായൊരു ഏർപ്പാടാണ്. ബഹുവിചിത്രമാണ് അവിടുത്തെ ഇരിപ്പിടങ്ങളുടെ കാര്യം. പഴയ സ്കൂളിൽ ഓരോരുത്തർക്കും അനുവദിക്കപ്പെട്ട പതിവ് സ്ഥാനങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ആർക്കും എപ്പോൾ വേണമെങ്കിലും ഇരിക്കാം. യഥേഷ്ടം തിരഞ്ഞെടുക്കാനുള്ള ഡെസ്കുകളും കസേരകളും. കുറേ നേരത്തെ ആലോചനകൾക്കും നിരീക്ഷണങ്ങൾക്കും ശേഷം തനിക്ക് തൊട്ടു പിന്നാലെ ക്ലാസ്സിലെത്തിയ ആ പെൺകുട്ടികളെ അടുത്തിരിക്കാൻ ടോട്ടോച്ചാൻ നിശ്ചയിച്ചു. ഹായ്, ആ കുട്ടിയുടെ ഫ്രോക്കിലെ ഞൊറിയിൽ ഒരു വെളുവെളുത്ത മുയലിൻ്റെ പടമുണ്ട്. അവിടെ ഇരിക്കാം. അങ്ങനെയാണ് അവൾ ആ തീരുമാനത്തിലെത്തിയത്. ഏറ്റവും വിചിത്രം ടോമോയിലെ പാഠങ്ങളായിരുന്നു. സാധാരണഗതിയിൽ സ്കൂളിൽ കൃത്യമായ ടൈം ടേബിൾ ഉണ്ടായിരിക്കുമല്ലോ. അതായത് ഒന്നാമത്തെ പീരീഡ് ഭാഷയാണെങ്കിൽ ആ 1 മണിക്കൂർ ഭാഷ മാത്രം പഠിക്കുക, അടുത്ത പീരീഡ് കണക്കാണെങ്കിൽ അതുമാത്രം. പക്ഷേ ടോമോയിലെ രീതി തികച്ചും വ്യത്യസ്തമാണ്. ഓരോ ദിവസവും പഠിക്കേണ്ട വിഷയങ്ങളുടെ മുഴുവൻ പാഠഭാഗങ്ങളും ചോദ്യങ്ങളും അന്നന്ന് ക്ലാസ്സുകളിൽ ആരംഭിക്കുമ്പോൾ തന്നെ ടീച്ചർ തയ്യാറാക്കും. ശേഷം ഇപ്രകാരം പറയും: ഇനി ഓരോരുത്തരും ഇഷ്ടമുള്ള വിഷയങ്ങളിൽ നിന്ന് തുടങ്ങിക്കോളൂ. ഏത് വിഷയത്തിൽ നിന്ന് തുടങ്ങുന്നു എന്നത് പ്രശ്നമല്ല. ഒരാൾക്ക് ഭാഷയിൽ നിന്ന് തുടങ്ങാം, മറ്റൊരാൾക്ക് കണക്കിൽ നിന്നാകാം തുടക്കം, ഇനി ഒരാൾക്ക് മറ്റേതെങ്കിലും വിഷയമാകാം. ഒരു ഉപന്യാസപ്രേമി കാര്യഗൗരവത്തോടെ തൻ്റെ രചനയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ തൊട്ടു പിന്നിലിരിക്കുന്ന ഒരു ശാസ്ത്രവിദഗ്ധൻ രാസപദാർത്ഥങ്ങൾ അടങ്ങിയ ഒരു ഫ്ലാസ്ക് ആൽക്കഹോൾ ബർണറിന് മുകളിൽ വെച്ച് തിളപ്പിക്കുകയായിരിക്കും. ഇത്തരം പരീക്ഷണ പരിപാടികൾക്കിടയിൽ ചെറിയ തോതിലുള്ള പൊട്ടിത്തെറികളും സർവ്വസാധാരണമാണ്. ഈ അധ്യയന രീതി കുട്ടികൾ മുതിർന്ന ക്ലാസ്സിലെത്തും തോറും അവരെ അടുത്തുനിന്ന് മനസ്സിലാക്കാൻ അധ്യാപകർക്ക് സഹായകരമായി. അവരുടെ സഹജമായ താല്പര്യം എന്തിനോടാണ്, ഏതു വഴിയിലാണ് അവരുടെ ചിന്ത വികസിക്കുന്നത്, അവരുടെ സ്വഭാവത്തിൻ്റെ സ്വരൂപം എന്ത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അധ്യാപകർക്ക് അനായാസം നിരീക്ഷിച്ചറിയാൻ ഇതുകൊണ്ട് കഴിഞ്ഞു. ടോമോയിലേത് എന്തുകൊണ്ടും ഉത്തമമായ ഒരു രീതിയായിരുന്നു. കുട്ടികൾക്കോ തങ്ങളുടെ പ്രിയപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് തുടങ്ങുക അവർക്കും ആഹ്ലാദകരമായിരുന്നു. ഇഷ്ടമില്ലാത്ത വിഷയങ്ങളുമായുള്ള നീണ്ടു നിൽക്കുന്ന മൽപ്പിടുത്തം ഫലത്തിൽ ആ വിഷയങ്ങൾ എങ്ങനെയെങ്കിലും സഹിക്കുന്ന അവസ്ഥയിലേക്ക് കുട്ടികളെ കൊണ്ടു ചെന്നെത്തിക്കുമെന്നതാണ് പരമാർത്ഥം. അതുകൊണ്ട് ഒട്ടുമുക്കാലും സ്വതന്ത്രമായ ഒരു പഠന ശൈലിയാണ് ടോമോയിൽ നടപ്പാക്കിയിരുന്നത്. വിദ്യാർത്ഥികൾക്ക് എപ്പോൾ വേണമെങ്കിലും അധ്യാപകരെ സമീപിച്ച് കാര്യങ്ങൾ തുറന്ന് ചർച്ച ചെയ്യാം. ആവശ്യമെന്ന് കണ്ടാൽ അധ്യാപകർ സംശയക്കാരുടെ അടുക്കലേക്ക് വരും. അവർക്ക് വേണ്ടത് സ്പഷ്ടമായി വിശദീകരിച്ച് മനസ്സിലാക്കി കൊടുക്കും. തുടർന്ന് സ്വയം ചെയ്ത് ശീലിക്കാനുള്ള അഭ്യാസങ്ങളും പാഠങ്ങളും ഓരോരുത്തർക്കും പ്രത്യേകം നൽകുകയും ചെയ്യും. പഠനം എന്ന വാക്കിനെ അന്വർത്ഥമാക്കുന്ന ഒരു ശൈലിയായിരുന്നു അത്. അവിടെ അധ്യാപകൻ്റെ നീട്ട പ്രസംഗമോ തലനാരികളിൽ കീറുന്ന വിശദീകരണങ്ങളോ ഇല്ല. അശ്രദ്ധനായി അങ്ങുമിങ്ങും നോക്കിയിരിക്കുന്ന വിദ്യാർത്ഥിയില്ല. ഒന്നാം തരത്തിലെ കുട്ടികൾ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ പഠിക്കത്തക്ക നില കൈവരിച്ചിരുന്നില്ല. എങ്കിൽ കൂടി തങ്ങൾക്കിഷ്ടമുള്ള വിഷയം ആദ്യം തിരഞ്ഞെടുക്കാൻ അവർക്കും അനുവാദമുണ്ടായിരുന്നു. ടോട്ടോച്ചാൻ ചുറ്റുപാടും കണ്ണോടിച്ചു. ചിലർ അക്ഷരങ്ങൾ എഴുതി പഠിപ്പിക്കുന്നു, ചിലർ ചിത്രരചനയിലും മറ്റു ചിലർ പുസ്തക വായനയിലുമാണ്. യോഗാഭ്യാസം ചെയ്യുന്നവർ പോലുമുണ്ട് കൂട്ടത്തിൽ. ടോട്ടോച്ചാൻ്റെ തൊട്ടിരിക്കുന്ന പെൺകുട്ടി അക്ഷരങ്ങളൊക്കെ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. അവൾ അവയൊക്കെയും നോട്ട് ബുക്കിലേക്ക് പകർത്തുകയായിരുന്നു. ഈ സമ്പ്രദായങ്ങളൊന്നും കൊച്ചു ടോട്ടോ കണ്ടിട്ടും കേട്ടിട്ടുമില്ല. താൻ ചെയ്യേണ്ടത് എന്തായിരിക്കുമാവും? ലേശം പരിഭ്രമത്തോടെ അവൾ ചിന്തിച്ചു. അപ്പോഴേക്ക് ടീച്ചറെ കണ്ട് സംശയ നിവൃത്തി വരുത്താനായിരിക്കണം അവളുടെ പിന്നിലിരുന്ന ഒരാൺകുട്ടി തൻ്റെ നോട്ട് ബുക്കുമായി ബ്ലാക്ക് ബോർഡിനടുത്തേക്ക് നടന്നു. ബോർഡിന് സമീപമുള്ള ഒരു ഡെസ്കിലിരുന്നു ടീച്ചർ മറ്റൊരു കുട്ടിക്ക് എന്തോ വിശദീകരിച്ച് കൊടുക്കുകയായിരുന്നു. 4 പാഠമുള്ള നിരീക്ഷണം നിർത്തി കീഴ്ത്താടിയിൽ ഉള്ളം കൈകൾ ഉറപ്പിച്ച് ടോട്ടോച്ചാൻ അവൻ്റെ നടപ്പ് ശ്രദ്ധിച്ചു. ഏന്തിയാണ് നീങ്ങുന്നത്. ശരീരം വല്ലാതെ ആടിയുലയുന്നുണ്ട്. മനഃപൂർവ്വമായിരിക്കും അവൻ അങ്ങനെ നടക്കുന്നതെന്നാണ് കൊച്ചു ടോട്ടോയ്ക്ക് ആദ്യം തോന്നിയത്. പക്ഷേ പെട്ടെന്ന് തന്നെ അവൾക്ക് മനസ്സിലായി, അത് അവൻ്റെ കുറ്റമല്ല. അവൻ തൻ്റെ ഇരിപ്പിടത്തിലേക്ക് മടങ്ങുമ്പോഴും ടോട്ടോച്ചാൻ്റെ ശ്രദ്ധ ആ വിചിത്രമായ ശരീരത്തിൽ തന്നെയായിരുന്നു. അവരുടെ കണ്ണുകൾ തമ്മിലടഞ്ഞു. അവൻ ചിരിച്ചു. കൊച്ചു ടോട്ടോയും തിടുക്കപ്പെട്ട് തിരികെ ചിരിച്ചു. തൻ്റെ പിൻനിരയിലെ കസേരയിൽ ഇരിപ്പുറപ്പിക്കാൻ അവൻ പതിവിലധികവും സമയമെടുക്കുന്നതായി അവൾക്ക് തോന്നി. അവൻ ആയാസപ്പെട്ട് ഇരുന്നു കഴിഞ്ഞതും അവൾ പിന്നിലേക്ക് മുഖം തിരിച്ചു ചോദിച്ചു,
കുട്ടി എന്താ ഇങ്ങനെ നടക്കണേ? ഉൾക്കനം സ്ഫുരിക്കുന്ന സൗമ്യമായ ശബ്ദത്തിൽ അവൻ പറഞ്ഞു, നിനക്ക് പോളിയോ വന്നതുകൊണ്ടാ. പോളിയോ എന്ന് വെച്ചാൽ? ആ വാക്ക് അന്നവൾ ആദ്യമായി കേൾക്കുകയായിരുന്നു. ഉവ്, പോളിയോ. സ്വരം താഴ്ത്തി അവൻ പറഞ്ഞു. കാലിന് മാത്രമല്ല, കയ്യിലുമുണ്ട്. നോക്കിയാട്ടെ. അവൻ കൈകൾ നീട്ടി കാണിച്ചു. കൊച്ചു ടോട്ടോ അത് വ്യക്തമായി കണ്ടു. ഇടത് കൈയിലെ വിരലുകൾ തേമ്പി മടങ്ങിയിരിക്കുന്നു. അവ പരസ്പരം കൂടിച്ചേരുന്നത് പോലെയുണ്ട്. ആ കൈകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലേ? ഉത്കണ്ഠ നിയന്ത്രിക്കാനാവാതെ അവൾ ചോദിച്ചു. അവൻ മറുപടി പറഞ്ഞില്ല. ആ മൗനം ടോട്ടോച്ചാനെ വിഷമിച്ചു. അങ്ങനെ ചോദിക്കേണ്ടിയിരുന്നില്ലെന്ന് അവൾക്ക് തോന്നി. പക്ഷേ അവൻ്റെ മുഖം പ്രസന്നമായിരുന്നു. തെളിവുറ്റ ശബ്ദത്തിൽ അവൻ പറഞ്ഞു, എൻ്റെ പേര് യാസ്വാക്കി യാമാമോട്ടോ. കുട്ടിയുടെയോ? ഉത്സാഹഭരിതമായ ആ വാക്കുകൾ അവളെ അത്യധികം സന്തോഷിപ്പിച്ചു. തൻ്റെ ചുറുചുറുക്ക് വീണ്ടെടുത്തുകൊണ്ട് അവൾ ഉറക്കെ പ്രഖ്യാപിച്ചു, ഞാൻ ടോട്ടോച്ചാൻ. അങ്ങനെ യാസ്വാക്കി യാമമോട്ടോ എന്ന യാസ്വാക്കി ചാനും ടോട്ടോച്ചാനും ചങ്ങാതിമാരായി. ഉച്ചവെയിലിന് തീഷ്ണതയേറി. തീവണ്ടി പള്ളിക്കൂടത്തിനുള്ളിൽ ഉഷ്ണം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ആരോ ജനാല തുറന്നു. വസന്തത്തിൻ്റെ കുളിർമയുള്ള വായു ഉള്ളിലേക്കൊഴുകി. കൂസലില്ലാത്ത കാറ്റ് കുട്ടികളുടെ കുഞ്ഞു മുടിയിഴകളെ നാലുപാടും പാറിച്ചു വിഭ്രമിച്ചു കൊണ്ടിരുന്നു. ടോട്ടോമോയിലെ കൊച്ചു ടോട്ടോയുടെ ആദ്യ ദിനം ഇങ്ങനെയായിരുന്നു.